നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീകാര്യ ശ്രീനിവാസൻ ആ വക്കീൽ നോട്ടീസ് മൊത്തം വായിക്കുകയാണ്. അതിനകത്ത് ശ്രീകാര്യ ശ്രീനിവാസനെ കിട്ടാവുന്ന ശിക്ഷാ നടപടികളെ കുറിച്ചൊക്കെ വേദ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സെക്ഷൻ തിരിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. കാരണം ശ്രീനിവാസൻ ചെയ്ത കൊള്ളരുതായ്മകളൊക്കെ, അന്ന് ആ മാർക്കറ്റിൽ നടന്ന സംഭവങ്ങൾ, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും, അന്ന് കുറച്ചുപേര് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് കാരണങ്ങളൊക്കെ, അപ്പം തേരാട്ട് ശ്രീധരൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ വേറെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ 10 ദിവസത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാവണം. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല, ഈ ഇലക്ഷനിൽ നിങ്ങൾ വിട്ടു നിൽക്കണം എന്നൊക്കെ വിസ്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ വക്കീൽ നോട്ടീസ് അവിടെ ഒറ്റയേറിയുവാണ് ശ്രീനിവാസൻ. വേദ അവളല്ല, അവളുടെ വേറെ കൂടിയ ആൾ വന്നാലും അങ്ങനെയൊന്നും ഈ ഇലക്ഷനിൽ ഞാൻ വിട്ടു നിൽക്കാൻ പോകുന്നില്ല. അപ്പോഴേക്ക് സ്തുതി ചോദിച്ചു, അല്ല എന്താ ശ്രീനേട്ട, എന്താന്ന് വായിച്ചു നോക്ക്. അവൾ എനിക്കെതിരെ അവള് വക്കാലത്ത് ഏറ്റെടുത്ത് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. അപ്പോഴേക്കും പുളിക്കൻ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ അവളെ സംശയം ഉണ്ടായിരുന്നു. ആ തേരാട്ട് ശ്രീധരനുമായിട്ട് ചേർന്നിട്ട് അവൾ നമുക്കിട്ട് പണി തരുന്ന, പിന്നെ സാറിൻ്റെ ഏറ്റവും അടുത്ത ആളാണല്ലോ വിക്രം, അതുകൊണ്ട് മാത്രം ഞാൻ സാറിനോടൊന്നും പറയാതിരുന്നേ, അല്ലെങ്കിൽ അവൾ അത്ര ആൾ ശരിയല്ല. ശ്രീനിവാസൻ പറഞ്ഞു, അവൾ ഏത് വലിയ കൊമ്പത്തെ ആളാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, അവളെ ഞാൻ പൂട്ടുമെന്ന് പറയണം. ആ സമയത്ത് പുളിക്കൻ പറഞ്ഞു, അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ശ്രീനി സാർ, അറിയാലോ. എന്ത് അല്ല, ആ തേരാട്ട് ശ്രീധരനാണോ ഇനിയിപ്പോൾ ഇതിന് പിന്നിൽ ആ വേദയാണോ എന്ന് അറിയത്തില്ലല്ലോ. ഏതവളാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. സുധ പറഞ്ഞു, ഇത് പ്രശ്നമാകുമോ? പ്രശ്നമാകണ്ട നോക്കണ്ടേ എൻ്റെ കടമയല്ലേ. ഒരു കാര്യം ചെയ്ത് പുളിക്കുക, ആ വിക്രത്തെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ. അവനും കൂടെ കാണട്ടെ ഈ വക്കീലിനോട്ട് ബാക്കി പിന്നെ എന്തുവാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ പുളിക്കൻ പുറത്തേക്ക് ഇറങ്ങി വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ വിക്രസ്വാമി, ശ്രീനി സാറ് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പെട്ടെന്നൊന്ന് വരാനായിട്ട്. അല്ല എന്താ കാര്യം? അതെന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന്. സാവയുടെ ഭാര്യ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ശ്രീനി സാറിന്, അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. ഓ ശരിയെന്ന് പറയണം. അങ്ങനെ കോള് കെട്ടിയതു. ആ സമയത്ത് പുളിക്കനോർത്തു, ഇത് പറയണോ വിക്രസ്വാമിയുടെ അളിയൻ ശ്രീകാന്ത് സാറിനോട്? പറഞ്ഞാലോ? എല്ലിപ്പോൾ വേണ്ട, ഇനി അടുത്തൊരു സീനും കൂടെ കഴിയട്ടെ, രംഗം ഒന്ന് കൊഴുക്കും, അതിനുശേഷം വേണം ഈ കാര്യങ്ങളൊക്കെ അപ്പടി വിളിച്ചറിയിക്കാനായിട്ട് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പുളിക്കനകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് വേദ ശ്രീജയം കൊണ്ട് ബാങ്കിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ സ്വയം തൊഴിലിനുള്ള ലോണിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയാണ്. അപ്പോഴേക്കും ശ്രീജ ചോദിച്ചു, ഇതൊക്കെ ശരിയാകുമോ വേദ? ശരിയാകും, ശ്രീജ അടുത്ത് വാ, നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള ഈ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഒരു എന്തെങ്കിലും ലോണൊക്കെ കൊടുത്ത് ഇങ്ങനെ നമ്മളെ സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ടേക്ക് ചെന്നു. മാനേജറെ കാണുകയാണ്. മാനേജറുടെ കാര്യങ്ങളൊക്കെ വേദ സംസാരിക്കുക. അപ്പോഴേക്കും മാനേജർ ചോദിച്ചു, ശ്രീജ അല്ലേ? അതെ. പിന്നെ അറിയാലോ, ലോണിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയാലോ, വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. അപ്പോൾ 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 50,000 രൂപ തരാം, അതിൽ നിന്ന് തുടങ്ങണം, ബാക്കി കാര്യങ്ങൾ ബാക്കി പിന്നാലെ ഇങ്ങനെ വന്നോളൂ എന്ന് പറയണം. എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോഴേക്കും വേദ ചോദിച്ചു, ഇത് എത്ര നാൾ കൊണ്ട് ശരിയാവും സാർ? ഏറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച, അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും. ശരി സാർ, അങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് സാറിൻ്റെ മുറിയിൽ നിന്ന് വേദ ശ്രീജയം കൊണ്ട് പുറത്തേക്ക് വരുവാണ്. ശ്രീജയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. കാരണം വേദയോട് താൻ ഒന്ന് പറഞ്ഞുകൊണ്ടായിരുന്നുള്ളൂ തനിക്ക് എന്തെങ്കിലും ഒരു കുടിൽ വ്യവസായം പോലെ തുടങ്ങണമെന്നുള്ളത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇവൾ അതിൻ്റെ പിന്നാലെ നടന്ന് അതൊക്കെ ചെയ്യുന്നു ശ്രീജ പോലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ വിശ്വം മുറിയിലിരുന്ന് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഒരു മാസികയൊക്കെ വായിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് ശ്രീജ അങ്ങോട്ട് വരുന്നത്. ശ്രീജ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു, അല്ല നീ ഇത് എവിടെ പോയതായിരുന്നു? ആരോടും ഒന്നും പറയാതെ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ. അതെ, ഞാൻ വേദയുടെ കൂടെ പോയതായിരുന്നു. എന്തിന്? അതെ, ബാങ്കിൽ നിന്ന് ലോണിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വേദ എന്നെ ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാ. നേരത്തെ വേദ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഈ കറി പൗഡറും മറ്റുമൊക്കെ ഇങ്ങനെ പൊടിച്ചു കൊടുക്കാന്നൊക്കെ? ഓഹോ, മനസ്സിലായി. മല്ലിയും മുളകൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്കത് പൊടിച്ച് നമുക്ക് ഓരോ കടകളിലേക്കൊക്കെ കൊണ്ട് തൂക്കി വയ്ക്കാം. അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നി. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു. ബാങ്കിൽ പോയി ലോണിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. 2 ആഴ്ചക്കുള്ളിൽ തന്നെ ലോണൊക്കെ ശരിയാവും. അല്ല ഇതൊക്കെ ശരിയാകുമോ? എന്താ വിശ്വമായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ലേ? അല്ല നെഗറ്റീവ് അടിച്ചല്ല, എങ്ങാനും പൊട്ടിപ്പോവാന്ന്. ദേ വെറുതെ ഇങ്ങനെയൊന്നും പറയില്ല. ഒരു നല്ല കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ചിന്തിക്കാൻ പോലും പാടില്ല. ശരി, അല്ല പേര് നീ അത് തന്നെ തീരുമാനിച്ചോ? നമുക്ക് നമ്മുടെ മോളുടെ പേരിട്ടാലോ? അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചു ശ്രീജ പിന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നീട് വിശ്വം തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, മോളുടെ പേരിട്ട് അത് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടാവത്തില്ലേ? ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അല്ല വിശ്വേട്ടൻ എന്നോടൊപ്പം നിൽക്കത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ നിൽക്കത്തില്ലെന്നാ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർ കൂടെ
നല്ല രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടാ. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അല്ല അത് പിന്നെ എന്താ വിശ്വേട്ട, എന്തേലും പ്രശ്നമുണ്ടോ? അതെ വിശ്വേട്ടൻ തന്നെ ഇത് മുന്നോട്ടിറങ്ങി നടത്തിയാൽ മതി. ഞാനാ അതൊന്നും ശരിയാകത്തില്ല, ഞാൻ അങ്ങനെ മുന്നിട്ടിറങ്ങി നടത്തത്തില്ല. അതെന്താ വിശ്വേട്ട അങ്ങനെ പറഞ്ഞേ? നീ മതി എല്ലാത്തിനും മുന്നിട്ടിറങ്ങി നിന്നാൽ മതി. ആ സമയത്ത് ശ്രീജ പറഞ്ഞു, അതെ എൻ്റെ പേരിൽ ഞാൻ ലോൺ എടുത്താളാം, വിശ്വേട്ടൻ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ ഒരു വണ്ടി സംഘടിപ്പിക്കണം, അത് വേദ പറഞ്ഞിട്ടുണ്ട്. വേദ എങ്ങനെ ഒരു വണ്ടി സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന്. വിശ്വേട്ടൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതെ ഞാൻ നിന്നോടൊപ്പം നിൽക്കാം, നിന്നെ പിന്നിൽ തന്നെ ഞാനുണ്ടായിരിക്കും എല്ലാ സപ്പോർട്ടുമായിട്ട്. നീ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടായാൽ മതി, ശ്രീ ഫുഡ് പ്രൊഡക്ട്സ്. അതെ ആദ്യം കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിൻ്റെ പേരിൽ ഞാനൊരു വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിറക്കും. അതിൻ്റെ മാനേജിങ് പാർട്ണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പേരും കൂടെ അടിച്ചിറക്കാം, എങ്ങനെയുണ്ട്? അത് മതി വിശ്വേട്ടാ. വിശ്വനും ഭയങ്കര സന്തോഷമായി. എല്ലാവരുടെയും മുന്നിൽ നമുക്ക് ജയിച്ച് കാണിക്കണ്ടേ? അതെ നമ്മളെ തരം താഴ്ത്തിയുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വിശ്വം ഒന്നിനും കൊള്ളാത്തവനാന്ന് പറഞ്ഞോടെ മുന്നിൽ വിശ്വം നല്ലവനാന്നൊരു പേര് ഞാൻ വരുത്തിക്കും, കണ്ടോ ശ്രീജ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കേട്ടത് ശ്രീജ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് വിശ്വേട്ടാ, ഈ തവണ നമ്മൾ വിജയിക്കും. നമ്മളോടൊപ്പം വേദയുണ്ടല്ലോ എന്തിനും ഏതിനും തയ്യാറായിട്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും. ഒടുവിൽ വിശ്വം ശ്രീജയെ കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ വക്കീൽ ഓഫീസിലേക്ക് വരുവാണ്. അവിടെ വിക്രം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തെ കണ്ടപ്പോൾ വേദ എന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ വിക്രസ്വാമി ഇവിടെ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്ന. എന്നെ കാണാനോ? അതേ മാലയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. രാവിലെ നമ്മൾ തമ്മിൽ കണ്ടില്ലേ, ഒന്ന് പോവിടുന്ന്. പിന്നെ അതൊന്നും അല്ല. പിന്നെ എന്താ? അല്ല നീ എന്തിനാ ശ്രീനിവാസ് സാറിനെതിരെ വക്കാലത്ത് ഏറ്റെടുത്ത് വക്കീൽ നോട്ടീസ് അയച്ചോ? ഓ അതായിരുന്നോ കാര്യം? അത് സംസാരിക്കാനാണോ വിക്രസ്വാമി ഇത്ര ബുദ്ധിമുട്ട് ഇവിടം വരെ വന്നേ? അതെ. അല്ല നീ എന്തിനാ അത് ചെയ്തേ? എൻ്റെ ജോലി അതല്ലേ വിക്രസ്വാമി, വക്കാലത്ത് ഏറ്റെടുക്കാൻ ഞാനൊരു വക്കീലല്ലേ. അപ്പം എനിക്ക് എൻ്റെ ജോലി തുടർന്നല്ലേ പറ്റുള്ളൂ. പക്ഷേങ്കിലേ നീ ശ്രീനിവാസ് സാറിൻ്റെ കേസ് മാത്രം ഏറ്റെടുക്കണ്ട, ഇതങ്ങോട്ട് വിട്ടേക്ക്. അത് എങ്ങനെ പറഞ്ഞാൽ ശരിയാവോ സ്വാമി? സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളടുത്ത് ഒരാൾ വക്കാലത്തുമായിട്ട് വരുന്നു, അപ്പം നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അല്ല ഒരു കാര്യം ചെയ്യുക, അയാളോട് വേറെ ആരെങ്കിലും കേസ് ഏൽപ്പിക്കാൻ പറ. തേരാട്ട് ശ്രീധരൻ സാറിൻ്റെ കേസ് ഏറ്റെടുക്കാൻ 100 വക്കീലന്മാരുണ്ടായിരിക്കും. പക്ഷേ സാറിൻ്റെ കേസ് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്രെഡിറ്റ് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ ശ്രീനിവാസ് സാറിനോട് ഇന്ന് പറഞ്ഞേരെ, വക്കീൽ നോട്ടീസ് കിട്ടി ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ കോടതി ഹാജരാവണമെന്ന്. ഇല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നിയമ നടപടികളായിട്ട് വേദ അങ്ങ് മുന്നോട്ട് നീങ്ങും. അറിയാലോ എന്നാൽ മാർക്കറ്റിൽ വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, വേദയോട് വിക്രം പറഞ്ഞു, ഇതേ വേദ നീ തീയും കൊണ്ടാണ് കളിക്കണമെന്ന് ഓർക്കണം. കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ ഡയലോഗൊക്കെ ഇത് എവിടെ നിന്ന് വരുന്നു? അല്ലെങ്കിലും വിക്രസ്വാമിക്ക് ഈ ഇടയായിട്ട് ഇച്ചിരി സെൻസ് കൂടുതലാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെ വിക്രസ്വാമി പറഞ്ഞാലും ശരി, ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറാൻ പോകുന്നില്ല. ഇതേ വേദ ശങ്കരനാരായണ അറിയാലോ, അങ്ങനെ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിച്ചാലൊന്നും വേദ ശങ്കരനാരായണൻ പിന്മാറില്ല. ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് മാത്രമല്ല ഇനിയിപ്പം മാർക്കറ്റിലെ കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് അവരവരും കൂടെ ഈ ഇതിലെ കക്ഷി ഇറക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഓഹോ, അപ്പം നീ രണ്ടും കൽപ്പിച്ചല്ലേ? അതെ. ഈ ശ്രീനിവാസിൻ്റെ ഗുണ്ടാപ്പണിയും അതുപോലെ തന്നെ ഗുണ്ടായുസവും ഗുണ്ടാപ്പിരിവും ഒക്കെ നിർത്തണമല്ലോ. ഗുണ്ടാപ്പിരിവോ? അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ നിങ്ങൾ 900 രൂപ മാർക്കറ്റിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു, വൈകുന്നേരം 1000 രൂപ മേടിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 രൂപയ്ക്ക് അപ്പം എത്ര രൂപ പലിശ മേടിക്കുന്നതെന്ന്? അതിനകത്ത് തന്നെ ചിന്തിച്ചുകൂടെ ഇത് ഗുണ്ടാപ്പിരിവാന്നുള്ള കാര്യം? അപ്പോഴേക്കും വിക്രം അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലാന്ന്. പക്ഷെ വേദ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വേദേനെ എതിർത്ത് നിന്നു. വേദ വക്കീലും കൂടെ ആണല്ലോ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഒടുവിൽ വിക്രം പറഞ്ഞു, ഇതേ വേദ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരിക്കും, ശ്രീനി സാറ് നിന്റെ വലയെ കുടുങ്ങുമെന്ന്. അങ്ങനെയൊന്നും പെട്ടെന്ന് കുടുങ്ങുന്ന ആളൊന്നും അല്ല ശ്രീനി സാറ്, നീ ഉദ്ദേശിച്ച ആളൊന്നും അല്ല. ഹോ അങ്ങനെയാണല്ലേ? അതെ, എനിക്ക് പണ്ട് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ വലയെ കുരുക്കുമ്പോൾ ഈ ചെറിയ മീനിനെ, ഈ നത്തോലി പോലുള്ള മീനിനെ പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല, വലിയ തിമിംഗലത്തിനെ തന്നെ പിടിക്കണം. എങ്ങനെയുണ്ട് എൻ്റെ ഡയലോഗ്? കൊള്ളാല്ലേ? അത് കേട്ടം വിക്രം ഷോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതെ വിക്രസ്വാമി അങ്ങോട്ടേക്ക് പോയിക്കോ, ഞാനിതുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാം. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയാവുള്ളൂ. ഞാൻ കണ്ടുപിടിക്കും, പക്ഷേ എങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, എന്താ? അത് പിന്നെ അന്ന് അച്ഛൻ്റെ ബാഗിനകത്ത് ആ മയക്കുമരുന്ന് വെച്ച ആരാ? അത് വിക്രസ്വാമി അല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. പക്ഷെ അത് ആരാ വെച്ചെന്നുള്ള കാര്യം സ്വാമിക്കറിയാം. സത്യം പറ. വിക്രം ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും വേദ പറഞ്ഞു, മാലയിട്ടിട്ട് കള്ളത്തരം പറയാൻ പാടില്ല, കള്ള സത്യം ചെയ്യാനും പാടില്ല.
വിക്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തിരിഞ്ഞുപോയി. വേദയ്ക്ക് മനസ്സിലായി വിക്രത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ വിക്രം തന്റെ മുന്നിൽ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. കാരണം വിക്രത്തിന് അത്ര വേണ്ടപ്പെട്ട ഒരാളാന്നുള്ള കാര്യം മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രം ശ്രീനിവാസനെ കാണാനെത്തി. സംസാരിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ ചോദിച്ചു, നീ എന്തിനാടാ ചാടിക്കേറി വേദയോട് ഈ കാര്യങ്ങളൊക്കെ പോയി ചോദിക്കാൻ പോയത്? അല്ലാതെ പിന്നെ ചോദിക്കാതിരുന്ന എങ്ങനെയാ സാറേ കാര്യങ്ങൾ ശരിയാന്നേ? എന്നിട്ട് എന്തായി? അവിടെ എന്ത് പറഞ്ഞു? ആ വക്കാലത്ത് അവളെ ഏറ്റെടുക്കില്ലെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അവൾ ഈ വക്കാലത്തുമായിട്ട് മുന്നോട്ട് പോകുന്നല്ലേ പറഞ്ഞേ? അതെ, അതങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞത് നീ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. അവൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എനിക്കെതിരെ നീങ്ങാനായിട്ട്. അല്ല, നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചേ? കഴിഞ്ഞ ദിവസം തന്നെ ആ ഫാക്ടറി കേസ് അതെന്തിനാ ഒതുക്കി തീർത്തേ? അത് പിന്നെ തൊഴിലാളികളൊക്കെ സമരം അവസാനിപ്പിച്ചു. എന്തിനാണ് അവസാനിപ്പിക്കാൻ പോയത്? അത് അവസാനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വേദ കൃത്യസമയത്തിന് അങ്ങോട്ടേക്ക് വന്നില്ലേ? എന്തുകൊണ്ടാ വേദ വന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ? വേദ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ അത് വേദയുടെ ഫാക്ടറിയും കൂടെ ആയതുകൊണ്ടല്ലേ? ഒരു പക്ഷേ തൊഴിലാളികൾ അക്രമാസക്തരാകുമെന്നും അവിടെ പ്രശ്നം ഉണ്ടാവുമെന്നും അറിയാം. അപ്പോൾ വേദയ്ക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും തൻ്റെ ഫാക്ടറിയല്ലേ, അതപ്പോൾ അടിച്ച് തകർത്തിട്ടുണ്ട് പ്രശ്നമാവും ഓർത്തിട്ട് മാത്രമാണ് അവൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. അല്ലെങ്കിൽ അവൾ ആ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ നീ അവളുടെ വലയിൽ കുടുങ്ങിപ്പോയില്ലേ? പുളിക്കൻ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്താടാ നിനക്ക് അവളോട് ഇപ്പോൾ ഇത്ര സ്നേഹമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? വിക്രം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. സുധ പറഞ്ഞു, അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ഇപ്പം വേദ പറയുന്നതൊക്കെ നീ കേട്ടോണ്ടിരിക്കുന്നേ? ആ തേറാട്ട് ശ്രീധന്റെ കാര്യം എടുത്തു നോക്ക്. അയാളെ തട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ അന്ന് നിനക്ക് അവൾ ഉറക്കുളയെ പൊടിച്ചു തന്നു. പിറ്റേ ദിവസം നിന്നെ കൊണ്ട് മാല ഇടിച്ചു. ഒരു കാരണവശാലും നീ ഇനിയിപ്പം ശ്രീനയുടെ കൂടെ കൂടരുത്. അതാണ് അവളുടെ ഉദ്ദേശം. ശ്രീനിവാസൻ പറഞ്ഞു, അതെ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ കേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ എന്താ പറഞ്ഞേ? എൻ്റെ പ്രൊഫഷണൽ ഇടപെടലെന്ന് എന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞു. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യണം. നീയും പറയണം നിൻ്റേതായ കാര്യങ്ങളിൽ അവളോട് ഇടപെടലെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ എൻ്റെതായ കാര്യങ്ങളൊന്നും ഇടപെടത്തില്ല. പുളിക്കൻ പറഞ്ഞു, പറച്ചിലൊക്കെ പറയും. ഇതൊക്കെ ഒന്നും പ്രാവർത്തികമാകുന്ന കാര്യമല്ല. ശ്രീനിവാസൻ പറഞ്ഞു, നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിച്ചൊരു വീട്ടിൽ അന്തി ഉറങ്ങുന്നതല്ലേ, കുറെ കാലം കഴിയുമ്പോൾ പരസ്പരം ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അതൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ വിക്രത്തിന്റെ മനസ്സിലേക്ക് എരിപരി കയറ്റി കൊടുക്കുകയാണ്. പിന്നെ അറിയാലോ കാര്യങ്ങളൊക്കെ. ഇപ്പം ആ കേസ് വന്നിട്ടുണ്ട്. നേരിട്ട് ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിലും പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാലോ. അതെ സാർ, എനിക്കറിയാം. സാറ് പേടിക്കൊന്നും വേണ്ട. ഇനി ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞൊരു കേസ് വരുവാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. സുധ പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണ് പിന്നെ കേസ് വേദ പിൻവലിച്ചോളും. വേദ ഇതുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. വിക്രത്തെ ഇതിനകത്ത് എങ്ങനെയാലും ഉൾപ്പെടുത്തി വേദയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കണമെന്നാണ് അവർ രണ്ടുപേരും ഉദ്ദേശം. ഒടുവിൽ ശ്രീനിവാസൻ പറഞ്ഞു, എന്നാ ശരി നീ പോയിക്കോളാൻ പറയണം. അപ്പോഴേക്കും വിക്രം, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? വേദ എന്ന് അവിടെ ആ സ്ഥലത്ത് വന്നില്ലേ? അവളുടെ ഫാക്ടറിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് വേദയ്ക്ക് കൃത്യമായിട്ടൊരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിവരോ? എന്ത് വിവരം? നമ്മുടെ കാര്യങ്ങളൊക്കെ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട്. കാരണം ശ്രീകാന്തിൻ്റെ അച്ഛനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഫാക്ടറിയിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരും, പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ദീപ്തി കേട്ടു. ദീപ്തിയാണ് വേദയോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അത് കേട്ട പുളിക്കൻ ഞെട്ടി. ദൈവമേ, താനാന്നുള്ള കാര്യം അറിയോ? താനാണ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രീകാന്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും പറഞ്ഞാൽ തൻ്റെ കാര്യം തീർന്നു. സാറൊരു കാര്യം ചെയ്യുക, അത് ആദ്യം കണ്ടുപിടിക്കാൻ നോക്ക്. ശരി, ഞാനിത് കണ്ടുപിടിക്കാമെന്ന് പറയാണ്. അങ്ങനെ വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുളിക്കനോട് പറഞ്ഞു, എടാ പുളിക്കാം, അതാരാന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ശരി, ആ കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞു. കള്ളൻ്റെ കയ്യിൽ തന്നെയാണ് താക്കോല് കൊടുക്കുന്നത് ശ്രീനിവാസന്. ഇതേ സമയം വേദയ്ക്കൊരു ഫോൺ കോൾ വന്നു. വേദ പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും സഹപ്രവർത്തിയായ വക്കീൽ വെച്ച്, എന്താ വേദ നേരത്തെ ഇറങ്ങുന്നത്? എനിക്ക് അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരാളെ കാണാനുണ്ട്. ഓ, വേദ ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, വന്ന് ജൂനിയർ ആയ ഉടനെ ഇഷ്ടംപോലെ കേസുകളും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വേറെ ആൾ പറഞ്ഞു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് വേദയുടെ സഹപ്രവർത്തകയിൽ ഒരാൾ പറഞ്ഞു, അത് വേദയ്ക്ക് കഴിവുള്ളതുകൊണ്ടാ ചക്രപാണി സാറി കേസൊക്കെ ഏൽപ്പിക്കുന്നത്, അല്ലാത്തവരൊക്കെ ഇവിടെ വെറുതെ ഇരിക്കത്തുള്ളൂ. വേദ എന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം വിനായകൻ പുറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്താ വേദ എന്നെ എന്തിനാ വിളിപ്പിച്ചേ? അത് പിന്നെ എനിക്ക് വിനായകനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. വിനയേട്ടൻ വാ, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. അല്ല, അതെന്തിനാ പുറത്ത്? അതെ, വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വിനയേട്ടനെ വിളിപ്പിച്ചത്. 1-2 പേരും കൂടെ കാണും നമ്മൾ സംസാരിക്കുന്ന സമയത്ത്. അവരുടെ സാന്നിധ്യത്തിൽ വേണം ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. വിനായകനാകെപ്പാടെ ഞെട്ടിപ്പോയി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വിനയേട്ടൻ്റെ മുഖത്ത് എന്താ ഒരു പരിഭ്രാന്തി. പക്ഷേ വിനായകന് പറയാൻ പറ്റുമോ എന്താ എങ്ങനെയാന്നൊക്കെ? ആ ഒരു ടെൻഷൻ വിനായകൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.